ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഡോക്ടർ, ആ തോറ്റ MLA കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നടാ. ഒരു മികച്ച ഭരണത്തിന് ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? എനിക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടോ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയോടോ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയോടോ ആരോടും 1% പോലും വിരോധമില്ല. അപ്പൊ നിങ്ങൾ മാത്രം അത് നീളെ മറ്റേ സെറ്റല്ലേ എടോ, താനെന്താ കാര്യം അറിയാം? പഴയ കാലം ഇവരോടൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സ്നേഹവും വലിയ അടുപ്പവുമാണ്. ചെറിയമ്മയ്ക്ക് തെറ്റ് പറ്റിപ്പോയടാ. അറിവില്ലായ്മ കൊണ്ട് വല്ലതുമൊക്കെ പറഞ്ഞു പോയെങ്കിൽ നീ അങ്ങ് ക്ഷമിക്കില്ലടാ മോനെ. ഞാൻ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനെ അതിശക്തമായി വിമർശിക്കുന്ന സമയത്തും ഞാൻ പറയുന്നൊരു കാര്യമായിരുന്നു, പിണറായി വിജയനെ ഞാൻ വിമർശിക്കുന്നത് പിണറായി വിജയൻ ഒരു ട്രോള് കിടക്കുന്നുണ്ട്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. നടന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല, എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനോപകാരപ്രദമല്ലാതെ പോകുന്ന നിമിഷങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്ന രോഷങ്ങളെ ഞാൻ എന്റെ ശബ്ദത്തിലൂടെ അറിയിക്കുകയാണ് ചെയ്തതെന്നും ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം, ആ രോഷങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ മികച്ച രീതിയിലുള്ള ഭരണം നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇനിയും പുതിയ ചില നമ്പറുകളൊക്കെ ഉണ്ട്. അപ്രകാരം ചില വിമർശനങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദയവ് ചെയ്ത് പ്രിയപ്പെട്ട കോൺഗ്രസിലെ എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. നല്ല കഴിവുള്ള പോരാ, കലോത്സവത്തിനൊക്കെ ഫസ്റ്റാ. അധികാരത്തിലിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ഗുണപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ പലപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനുമായിട്ടും മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുമായിട്ടും ഒക്കെ നിരവധി വിഷയങ്ങൾ പലപ്പോഴും ഞങ്ങൾ സംസാരിച്ചു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയൂ. ചിലതൊക്കെ എന്റെ ചിന്തകളും എന്റെ കാഴ്ചപ്പാടുകളും ഞാൻ അറിയിക്കുകയായിരുന്നു. അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാൻ വന്നിരിക്കുകയാണ്. അത്തരത്തിൽ എന്റെ ചിന്തകളിൽപ്പെട്ട ഒന്നായിരുന്നു സത്യത്തിൽ ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാഞ്ചീപുരം ഞെട്ടാൻ തയ്യാറായിക്കോ, ഞാൻ പറയട്ടെ, എല്ലാം കലങ്കട്ടെ. ഞാൻ ഈ നിർദ്ദേശം ഇത് ജൻസി കുട്ടികളെ ആകർഷിക്കുമെന്നുള്ള ചിന്തയിൽ ഞാൻ ഈ നിർദ്ദേശം പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയുമായിട്ട് പറയുകയും, നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശനെ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ടീം നടത്തിയ പ്രവർത്തനങ്ങളിൽ ഇതിനു മുൻപ് ഞാനും ഭാഗമായിരുന്നു. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഈ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തതാണ് എന്നുള്ള കാര്യം എന്നോട് ആദ്യം പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഒന്ന് വിളിച്ചോണ്ട് പോടോ. അത്യാവശ്യം വിഷയങ്ങളിൽ ഇതുപോലെ എന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഞാൻ ഇനിയും ഇവിടെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഓണോടോ, അത് തമാശ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ